ലക്ഷ്മിയുടെ ചെവിയുടെ പുറകിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ച് കൊടുത്തേക്കുവാണ്. കേൾക്കുന്നുണ്ടോ? ഒരുപാട് ശബ്ദമുണ്ടല്ലേ? ഒന്നുകൂടെ. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു ദിവസം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കായംകുളത്തെ പത്തിയൂരിലാണ്. ഞാൻ നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പത്തിയൂരിലുള്ള സൈജാൻ, നമ്മുടെ 2 സ്റ്റോറിയിലുള്ള ലക്ഷ്മിയുടെയും അതോടൊപ്പം നൗഷാദിനും വീട് കൊടുത്ത സൈജാൻ്റെ അതേ സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ലക്ഷ്മിക്ക് മറ്റൊരു കാര്യം കൂടെ ഒച്ച കൂടുന്നുണ്ടല്ലേ? ഞാൻ പതുക്കെ സംസാരിക്കാം. ലക്ഷ്മി ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ട് തുടങ്ങുകയാണ്. നല്ല ശബ്ദമുണ്ടല്ലേ? ലക്ഷ്മിയുടെ ചെവിയുടെ പുറകിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ച് കൊടുത്തേക്കുവാണ് 2 ചെവിയിൽ. അതുകൊണ്ട് എൻ്റെ ശബ്ദം വളരെ കൂടുതലാണെന്നാണ് ലക്ഷ്മി പറയുന്നത് അല്ലേ? ഓക്കെയാണോ? കേൾക്കാവോ? പക്ഷേ ലക്ഷ്മിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഭാഷ അറിയത്തില്ല. അപ്പോൾ ലക്ഷ്മിയുടെ മകൾ ഗൗരിയെക്കുറിച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റെയിൽവേ ട്രാക്കിലൂടെ മകളെ എടുത്ത് സ്കൂളിലേക്ക് പോയിരുന്ന ലക്ഷ്മിയുടെ കഥ. ഒരു തരത്തിലും കേൾവിശക്തി ഇല്ലാത്ത ലക്ഷ്മിയുടെ ചെവിയിലേക്ക് ഇന്ന് കേൾവി എത്തിച്ചിരിക്കുകയാണ് അലയിൽ നിന്നും നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള താഹിറയും കുടുംബവും. അപ്പോൾ ലക്ഷ്മി കേട്ട് തുടങ്ങുകയാണ്. ഇനി പരിശീലനമൊക്കെ വേണം. ഭാഷ അറിയാത്തത് കൊണ്ട് ലക്ഷ്മിക്ക് നമ്മൾ എന്താണ് പറയുന്നത് അറിയത്തില്ല. പക്ഷേ ആ ഒരു ശബ്ദവും അതിൻ്റെ ബഹളമൊക്കെ കേൾക്കാം. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മൾ തന്നെ ഒരു പുതിയ ലോകത്തേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം ലക്ഷ്മി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ പ്രാക്ടീസിലൂടെ ലക്ഷ്മിക്ക് ഭാഷയും മകൾ വിളിക്കുന്നതും അച്ഛനും അമ്മയും വിളിക്കുന്നതൊക്കെ കേൾക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ.